ഇന്ന് നമ്മളെവിടെ വന്നിട്ടുള്ളത്? ഇന്ന് ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട്. മെക്സവന്റെ ഇഫ്താർ മീറ്റ് അല്ലേ? ഇന്ന് ഞങ്ങളെ മെക്സവന്റെ രണ്ടാമത് നോമ്പ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ജെൻസും ലേഡീസും കൂടെ ആയിരുന്നു. ഈ പ്രാവശ്യം വനിതാ ദിനത്തിൽ ഞങ്ങൾ ലേഡീസ് ഒറ്റയ്ക്ക് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ഒരു 200 പേരാണ് ഞങ്ങൾ ലേഡീസ് ഉള്ളത്. പിന്നെ ഞങ്ങളെ മെക്സവന്റെ ജിതേഷ് സാറും എത്തിയിട്ടുണ്ട്. വിശിഷ്ട അതിഥിയെ കാണാം. ഹലോ, നമസ്കാരം. ഇന്ന് പെരിന്തൽമണ്ണ ടൗണിൽ വനിതാ ദിനത്തിൻ്റെ ഭാഗമായി മെക്സവൻ്റെ 2 സെൻറ്റർ ഒന്നിച്ച് 200ഓളം വനിതകൾ ഒന്നിച്ചാണ് നമ്മൾ നോമ്പുതുറ. വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് മെക്സവൻ്റെ ടൗൺ സെൻറ്റർ ഇവിടെ നടത്തി പോകുന്നത്. എന്തായാലും നല്ല ഒരു പരിപാടിയാണ്. എല്ലാവിധ ആശംസകളും മെക്സവൻ്റെ പേരിൽ ഈ ടൗൺ സെൻറ്ററിന് അർപ്പിക്കാം. നാടിനായി നൽകിയ കൂടപ്പിറപ്പിന്റെ ആരോഗ്യം കാക്കാനായി കൂട്ടുകാർ ചേർന്ന് തുടങ്ങിയ വ്യായാമം നാടാകെ ഇന്ന് പടർന്ന് പിടിച്ചല്ലോ. ജാതി മതങ്ങൾ ഇല്ലാതെ ചെറിയവർ വലിയവരെല്ലാരും പുലരിയിൽ സെന്ററിൽ വന്നിട്ട് വ്യായാമങ്ങൾ ചെയ്യുന്നേ. 60-70 മറക്കുന്നേ, ചുറുചുറുക്കോടെ ചെയ്യുന്നേ. പ്രായം വെറും നമ്പർ എന്നാക്കി മാറ്റുന്നേ. രോഗികൾക്കാരോഗ്യം കിട്ടിയ സന്തോഷം, മാനസിക വിഷമത്താൽ വലയുന്നോർക്ക് ആശ്വാസം. കാലിനും കയ്യിനും മേയേനും മനസ്സിനും ശ്വാസോച്ഛ്വാസത്തിൽ കിടപ്പുള്ളോർക്കെല്ലാവർക്കും ആകെ സമാധാനം കിട്ടി. സന്തോഷങ്ങൾ പങ്കിട്ട് കളിച്ചിരിയാലെ മടങ്ങുന്നേ. നോമ്പിന്റെ പവിത്രത കൈവേടിഞ്ഞിടാതെ നോമ്പ് നോറ്റെല്ലാരും സെന്ററിലെത്തുന്നേ. അംഗബലങ്ങൾ കുറയാ. പഠിക്കണത് ഏത് സ്കൂളിലാണ്? സെൻട്രൽ സ്കൂൾ. നമ്മളെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണിത്. എൻ്റെ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണിട്ടോ. അതെ, ഒരുമിച്ചായി മുന്നേറുന്നേ. പതിവിലേറെ ഉന്മേഷം എല്ലാവരിലും കാണുന്നേ. നാടിന്റെ അഭിമാനം ക്യാപ്റ്റൻ സലാഹുദ്ദീൻ. നാടിന്റെ അഭിമാനം ക്യാപ്റ്റൻ സലാഹുദ്ദീൻ. നാടിനായി നൽകിയ സമ്മാനം മെക്സവൻ. കൂടപ്പിറപ്പിന്റെ ആരോഗ്യം കാക്കാനായി കൂട്ടുകാർ ചേർന്ന് തുടങ്ങിയ വ്യായാമം നാടാകെ ഇന്ന് പടർന്ന് പിടിച്ചല്ലോ. ജാതി മതങ്ങൾ ഇല്ലാതെ ചെറിയവർ വലിയവരെല്ലാരും പുലരിയിൽ സെന്ററിൽ വന്നിട്ട് വ്യായാമങ്ങൾ ചെയ്യുന്നേ. 60-70 മറക്കുന്നേ, ചുറുചുറുക്കോടെ ചെയ്യുന്നേ. പ്രായം വെറും നമ്പർ എന്നാക്കി മാറ്റുന്നേ. കിട്ടിയ സന്തോഷം രീതിയിലല്ല പണ്ട് ഇവന്റ് സെന്റർ നമ്മള് തുടക്കം മുതൽ ഈ നോമ്പായിട്ട് ഇത്ര ഭംഗിയിൽ പോണ ഒരു സെന്ററാണ്. അപ്പൊ അവർക്ക് ആദ്യമായിട്ട് ഒരു പ്രത്യേക അഭിനന്ദനം പറയാണ്. അതേപോലെ ടൗൺ സെന്റർ ചെറിയ പങ്കാളിത്തം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലാണ് നോമ്പിന് പോണത്. എന്തായാലും നോമ്പും മെക്സവനും കൃത്യമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോണ 2 സെന്ററാണ്. അപ്പൊ അതില് ഞാൻ പറയാൻ പോണതെന്ന് വെച്ചാല് ഈ 2 സെന്ററുകാർക്കും
ഇത്ര ബൂസ്റ്റിങ്, അതായത് ഇങ്ങനെ ഈ സെന്ററിക്ക് വരാനും അതുപോലെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാനും ഇതിന് പ്രധാനപ്പെട്ട റോള് സെൽമാത്തക്കുണ്ട് ഇല്ലേ? അപ്പോ ഞാന് ഏകദേശം 450ഓളം സെന്റർ ലേഡീസ് സെന്റർ പോകുന്ന ആളാണ്. അപ്പൊ അതില് എനിക്ക് അറിയാത്തിന്റെ ഇവരെ പിന്നെ ഇതിന്റെ ഒരു ടീം വർക്ക്, ഒരാള് ബാക്കിൽ നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്താലാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ അതിന് ഈ 2 സെന്ററിലും സെൽമാത്താന്റെ കൈയാണ് കറക്റ്റായിട്ട് അത് ശരിക്കും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരാളെ ആദരിക്കും, അതായത് ആദരവ് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പല രീതിയിലും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പേഴ്സണലായിട്ട് ഒരാളെ ആദരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ അത് ഈ സെന്ററിൽ ഇവിടെ വെച്ചിട്ട് സെൽമാത്താനെ ഞാൻ ആദരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല, പേഴ്സണലായിട്ട് ചെയ്യാണ്. അപ്പൊ അത് എന്താ പറയുക, അത് ആദരിക്കേണ്ട ഒരാളാണ് തോന്നി. കാരണം ലേഡീസ് സെന്റർ ഇത്ര കൃത്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് കഴിവാണ്. അപ്പൊ അത് എന്തായാലും അത് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും അനുഗ്രഹവും അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും സിനിമാറ്റിക്കും വേണം, ഇക്കും വേണം, എല്ലാവർക്കും വേണം. പൊന്നാട പൊന്നാട അപ്പൊ എന്താ വെച്ചാൽ കൊടുക്കണം തോന്നി. എന്താ പറയുക, ഇങ്ങനെ ടീമായിട്ട് ആളുകൾ കൂട്ടിക്കൊണ്ടവര് ടൂറായാലും നോമ്പുകളായാലും എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് അപ്പൊ എന്തായാലും അതിനുള്ള പ്രത്യേക ഒരു അഭിനന്ദനം കൂടിയാണ്. അപ്പൊ തന്നെ എല്ലാവരും ഇങ്ങനെ തന്നെ ഏറ്റെടുത്ത് പോവാ, അതേമാതിരിക്ക് വരും കേട്ടോ. ഈ പൊന്നാട എനിക്ക് കിട്ടിയാൽ ഇതിന്റെ പിന്നിൽ സത്യം പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ വന്നെന്ന് കരുതി ഒരു മെക്സവൻ നടക്കൂല എന്ന് എനിക്കെന്നെ അറിയാം. ഇനി 4 ആളും കൂടെ വന്നാലും അല്ലെങ്കിൽ പിന്നെ 5 ട്രെയിനർമാർ വന്നാലും നടക്കൂല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ച് ഞാൻ പറയും, ഞാൻ നിങ്ങളവിടെ വരുന്നതുകൊണ്ടാണ്. നിങ്ങൾ കരുതണേ നോമ്പ് നോക്കിയപ്പോൾ അവിടെ പോകണ്ടല്ലോ എന്ന് കരുതിയാൽ അത് നടക്കുകയില്ല. നിങ്ങൾ ഓരോരുത്തരും പരമാവധി അത് പരിശ്രമിക്കണമെങ്കിൽ നോമ്പ് നോക്കിയിട്ട് കഴിയുന്നതും അവിടെ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 2 സെന്റർ ഇങ്ങനെ പോകില്ല. ഞാൻ പറഞ്ഞാലും അത് അനുസരിക്കുന്ന കുട്ടികളാണ് എൻ്റെ കുട്ടികളൊക്കെ. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതുമല്ല, നമുക്കിത് സത്യം പറഞ്ഞാൽ ഈ ഒരു മെക്സവനോട് ശാരീരികമായിട്ടുള്ള സുഖങ്ങളും ഉണ്ടെങ്കിലും കൂടി മാനസികമായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് ഇതിൽ. നമുക്ക് ഇതുവരെ എന്താ പറയുക, മുമ്പൊക്കെ ഉണ്ടായി നമ്മൾ അയൽവക്ക ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചേർത്ത് പിടിക്കുമ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മളെ അയൽവക്കങ്ങൾ, ഞാനിപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് 2 കിലോമീറ്റർ നടന്നിട്ട് വേണം ഒലിവിൻ്റെ സെൻറ്ററിലെത്താൻ. അവിടെ എത്തുമ്പോഴേക്കും എത്ര പരിചയക്കാരുണ്ടാവും, ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വരും. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു 10-20 പേര് അപ്പുറത്തുനിന്ന് തന്നെ ഉണ്ടാവും. പിന്നെ അതുമല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോണ്ടല്ലോ, പണ്ട് MBBS ഒക്കെ കഴിഞ്ഞിട്ട് PG കുട്ടികളും അല്ലേ, ആ ഒരു ഫീലാണ് വരിക. ആ ഫോട്ടോക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക് വരുമ്പോൾ തന്നെ പണ്ട് സ്കൂൾ ജീവിതം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ലൈഫ് കിട്ടിയിരുന്നില്ല. ആ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. സ്കൂളിൽ പോയിരുന്ന ആ ഒരു എന്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്തുകൊണ്ടും ഇതൊരു സന്തോഷമുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഈ മെക്സവൻ സമ്മാനിച്ച നമ്മൾ സലാഹുദ്ദീൻ സാറിനോട് നമ്മൾ നന്ദി പറയാൻ. പിന്നെ നമ്മൾക്ക് ഇതിവിടെ പെരിന്തൽമണ്ണയിലേക്ക് എത്തിച്ച് തന്നത് ജിതേഷ് സാറ്, ജമാൽ സാറ് ഇവരൊക്കെയാണ്. അപ്പൊ അവരോട് പ്രത്യേകം നന്ദി പറയണേ. ഏതായാലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നമുക്ക് നിർത്താനുള്ളതല്ല, നമ്മൾ ഓരോരുത്തരും കൂട്ടായി പരിശ്രമിച്ചിട്ട് നമുക്ക് ഇത് എന്നും നിലനിർത്തണം. ഓക്കെ ഓക്കെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വിമൻസ് ഡേ ഇഫ്താർ നെറ്റിനെ പറ്റി കമൻറ്റുകൾ അറിയിക്കണേ.